കഥ സഖി ഭാഗം 23. ദേവാ! മുന്നിലെ കാഴ്ച കണ്ടവൻ ഞെട്ടലോടെ ഉറക്കെ വിളിച്ചു. ദേവാ, എന്താടാ ഇതൊക്കെ? എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഒരു വശത്ത് ഒടിഞ്ഞ് നുറുങ്ങിക്കിടക്കുന്ന ചൂരൽ കസേരയും അതിനരികിലായി ചുറ്റും ചിന്നിച്ചിതറി കിടക്കുന്ന ടീപ്പോയുടെ ചില്ലുകഷ്ണങ്ങളും കണ്ട് നന്ദൻ അവനോട് ചോദിച്ചു. ദേവാ, എന്താടാ ഇതൊക്കെ? വീണ്ടും ചോദിച്ചും കൊണ്ടവൻ കലിയടങ്ങാതെ നിൽക്കുന്നവൻ്റെ മുന്നിലേക്ക് സൂക്ഷ്മതയോടെ നടന്നു ചെന്നു. ചുറ്റിലേക്കൊന്ന് നോക്കി. പെട്ടെന്നാണ് അവൻ്റെ കണ്ണ് ആ കാഴ്ചയിൽ ഉടക്കിയത്. ദേവൻ്റെ വലം കൈയിലെ പുറംഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന ചോരത്തുള്ളി തുള്ളിയായി തറയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ദേവാ, എന്താ നീ കാണിച്ചു കൂട്ടിയത്? വെപ്രാളത്തോടെ ദേവൻ്റെ വലത്തെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് നന്ദൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും. എന്താ, വണ്ടി എടുക്കടാ, ഇപ്പോൾ തന്നെ പോകണം ഗായുവിനരികിലേക്ക്. നന്ദൻ പിടിച്ചുയർത്തിയ കൈ ഊക്കോടെ പിന്നിലേക്ക് വലിച്ചെടുത്തവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു. എന്താടാ കാര്യം? ഗായുവിന് എന്തെങ്കിലും? ഭീതിയോടെ നന്ദൻ ചോദിച്ചു. കാര്യം അറിഞ്ഞാലേ നീ വണ്ടി എടുക്കൂ? ദേവാ, നീ കാര്യം പറയേ. എന്താ ഗായുവിന്? അവൾക്കെന്താ പറ്റിയത്? ജോ വിളിച്ചോ? അവൻ എന്താ പറഞ്ഞത്? എന്തിൻ്റെ പേരിലാണ് നീ കാട്ടിക്കൂട്ടിയതെല്ലാം? ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുന്നവനെ നോക്കി നന്ദൻ ചോദിച്ചു. കാര്യം എന്തെന്നറിഞ്ഞാലേ നീ വരുമെന്നാണെങ്കിൽ വായിച്ചു നോക്കടാ പുല്ലേ. ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ കയ്യിലെ മാഷച്ചൻ്റെ ഡയറിയിൽ താൻ വായിച്ച ആ പേജ് നന്ദന് മുന്നിലേക്ക് നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു. ദേവൻ്റെ കയ്യിൽ നിന്നും ധൃതിയിൽ ഡയറി വാങ്ങി അവൻ തുറന്നു പിടിച്ച ആ പേജിൽ എഴുതിയ വാക്കുകൾ വായിച്ചു കഴിഞ്ഞതും, ദേവാ, ഇത് ഗായു, നമ്മുടെ ഗായു. വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞും കൊണ്ടവൻ ദേവനോട് എന്തോ ചോദിക്കാനായി മുഖമുയർത്തിയതും, വണ്ടിയെടുക്കുന്നെന്താ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് മാണിക്യമംഗലത്ത് നിന്നും നമ്മുടെ ഗായുവിനെ തിരികെ കൊണ്ടുവരണം. വിട്ടുകൊടുക്കില്ല ആർക്കും. ആരുടെയും ദേവിയായി വായിക്കാൻ വിട്ടുകൊടുക്കില്ല അവളെ. ഈ ദേവൻ കൊണ്ടുവരും. താൻ പറഞ്ഞത് കേട്ടിട്ടും ഒരടി ചലിക്കാതെ ഡയറിയും പിടിച്ചും കൊണ്ട് നിൽക്കുന്നവനെ കണ്ട് ദേവൻ്റെ ദേഷ്യം ഇരട്ടിയായി. നന്ദ! ദേവൻ്റെ ശബ്ദം ഉയർന്നു. നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? വരുന്നുണ്ടോ എൻ്റെ കൂടെ? അതോ ഞാൻ തനിച്ച്? പറഞ്ഞുകൊണ്ടവൻ മുന്നോട്ട് നടന്നു. ദേവൻ്റെ ഉച്ചത്തിലുള്ള വിളിയിൽ ഞെട്ടിയ നന്ദൻ ഡയറിയിൽ നിന്നും തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് പിന്തിരിഞ്ഞു വാതിൽക്കലേക്ക് പോകുന്നവനെയാണ്. അത് കണ്ട് നന്ദൻ പിന്നിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു. ദേവാ! താൻ വിളിച്ചത് കേട്ടിട്ടും അത് ശ്രദ്ധിക്കാതെ ബാൽക്കണിയുടെ വാതിൽ കടന്ന് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയവൻ്റെ മുന്നിലേക്ക് നന്ദൻ ഓടിച്ചെന്നു. അവൻ്റെ വഴി തടസ്സപ്പെടുത്തി നിന്നുകൊണ്ട് അവൻ സാവകാശം പറഞ്ഞു. ദേവാ, എടുത്തു ചാടിയപ്പോൾ ഒന്നും ചെയ്യല്ലേ. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പോരെ. ചിലപ്പോൾ മാഷച്ചൻ പേടിക്കും പോലെ ഒന്നുമില്ലെങ്കിൽ, അഥവാ ഇനി അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ജോ അവൻ പറയില്ലേടാ നമ്മോട്? അവൻ നമ്മളിൽ നിന്നും എന്തെങ്കിലും മറച്ചു പിടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ ജീവനേക്കാൾ മൂല്യം ഗായുവിൻ്റെ ജീവനല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ എന്തേലും അവിടെ നടക്കുമെന്ന് തോന്നിയാൽ ആ നിമിഷം അവൻ കൊണ്ടുവരില്ലടാ നമ്മുടെ ഗായുവിനെ. ദേവൻ്റെ ദേഷ്യം അടക്കാനും ആശ്വസിപ്പിക്കാനും എന്നോണം നന്ദൻ പറഞ്ഞു. ഇല്ല നന്ദ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്നുമില്ലാതെ മാഷച്ചൻ ഇങ്ങനെയൊരു കാര്യം, അതും ഇത്ര കൃത്യമായി ഗായുവിനെ തിരക്കി അവർ വന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സ് പറഞ്ഞതാ അവൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന്. പക്ഷേ അന്ന് നീയും അവളും അത് ചെവി കൊണ്ടില്ല. എന്നിട്ടിപ്പോൾ എന്തായി? കാര്യങ്ങൾ ഇത്ര വരെ എത്തിയില്ലേ? ഇനി നമ്മുടെ ഗായുവിനെ തിരികെ കൊണ്ടുവരാൻ പറ്റുമോ? അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ആശങ്ക നിഴലിച്ചിരുന്നു. അത് നന്ദൻ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. ദേവാ, ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേടാ. നമ്മുടെ ഗായു അല്ലേ. അവൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും. ദേവൻ്റെ മനസ്സിലെ ആശങ്ക മാറ്റാൻ എന്നോണം പറയുമ്പോൾ അവൻ്റെ ഉള്ളിലും ചെറിയൊരു പേടി ഇല്ലാതിരുന്നില്ല. കാരണം ദേവൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒരു പടിയിറക്കം അത് ഗായു ആഗ്രഹിച്ചു. തന്നെയാണ് ഇവിടെ നിന്നും മാണിക്യമംഗലത്തേക്ക് അവൾ യാത്രയായത്.
അങ്ങനെയുള്ളവൾ ഈ ഒരു കാര്യം അറിഞ്ഞാൽ ചിലപ്പോൾ മനസ്സുമാറി അവരുടെ ഇഷ്ടം അനുസരിക്കാനും അവൾ തയ്യാറാകും. ഇനി മാഷച്ചൻ പറഞ്ഞതുപോലെ അവർ ഗായുവിനെ ഉത്തരമില്ലാത്തൊരു 100 ചോദ്യങ്ങൾ ഇതിനോടകം നന്ദൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നന്ദ, തനിക്ക് മുന്നിൽ ചിന്തയോടെ നിൽക്കുന്നവനെ കണ്ട് ദേവൻ വിളിച്ചു. എന്താ ദേവാ? ദേവൻ്റെ വിളിയിൽ ചിന്തയിൽ നിന്നും ഞെട്ടിയ നന്ദൻ തിരിച്ചു ചോദിച്ചു. നീ എന്താ ചിന്തിച്ചു നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇനിയും നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? ദേവ, മനസ്സിലാകഞ്ഞിട്ടല്ല. ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങിയാൽ അത് സോപേക്ഷിക്കും മോഹനേട്ടനും സംശയത്തിനിടവരുത്തും. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞത്. നാളെ രാവിലെ നമ്മൾ പോകും, അതിനൊരു മാറ്റമില്ല, ഉറപ്പ്. ഈ ഒരു കാര്യത്തിൽ നീ എന്നെ അനുസരിച്ചേ പറ്റൂ ദേവ. അത് എന്തിനെന്നും പിന്നീട് നിനക്ക് മനസ്സിലാകും. അത്ര നേരം ശാന്തതയോടെ കാര്യങ്ങൾ പറഞ്ഞവൻ്റെ സംസാര രീതി ഒന്നു മാറി. ഉറച്ച തീരുമാനത്തോടെ ദേവനോട് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞവൻ ദേവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പിന്തിരിഞ്ഞു മുറിയിലേക്ക് പോയി. അന്നേരത്തെ നന്ദൻ്റെ തീരുമാനം ഉൾക്കൊള്ളാനാകാതെ അവൻ്റെ പോക്ക് കണ്ട ദേവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. തൻ്റെ വലം കൈക്ക് പറ്റിയ മുറിവ് അവഗണിച്ചുകൊണ്ട്. പിറ്റേന്ന് രാവിലെ ഗായുവിനെ കാണാൻ പോകുകയാണെന്ന് ശോഭേച്ചിയോടും മോഹനേട്ടനോടും പറഞ്ഞുകൊണ്ട് നന്ദനും ദേവനും മാണിക്യമംഗലത്തേക്ക് യാത്ര തിരിച്ചു. സന്തോഷത്തോടെ അവരെ യാത്രയാക്കുമ്പോൾ ശോഭേച്ചിയും മോഹനേട്ടനും ദേവനോട് പറഞ്ഞു, പിണക്കം മറന്നു ഗായുമോളെ തിരികെ കൊണ്ടുവരണമെന്ന്. ഒരു പുഞ്ചിരിയോടെ അവരുടെ വാക്കുകൾക്ക് തലയാട്ടി കാണിച്ചുകൊണ്ടവൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ദേവൻ വണ്ടിയിലേക്ക് കയറിയതും നന്ദൻ വണ്ടി മുന്നോട്ടെടുത്തു. ഇരുവരുടെയും മനസ്സ് കലുഷിതമായിരുന്നതുകൊണ്ട് നീണ്ട മണിക്കൂറുകളുടെ ആ യാത്രയിൽ അവർക്കിടയിൽ മൗനം മാത്രമായിരുന്നു. ആ യാത്രയിലുടനീളം ഇരുവരുടെയും മനസ്സിൽ ഒരേയൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലെന്ന പ്രാർത്ഥന മാത്രം. നീണ്ട മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ ദേവൻ്റെ ജിപ്സി മാണിക്യമംഗലത്തെ പടിപ്പുരവാതിൽ കടന്നു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കണ്ടു അകലെ നിന്നും തങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചെന്നോണം പോലെയുള്ള ജോയുടെ നിൽപ്പ്. അത് കണ്ടതും ദേവൻ്റെ നോട്ടം അരികിലായി ഇരിക്കുന്നവനിലേക്ക് ചെന്നു. നീ സൂക്ഷിച്ചു നോക്കണ്ട, ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല. രൂക്ഷമായ തൻ്റെ നേർക്കുള്ള ദേവൻ്റെ നോട്ടം മനസ്സിലാക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു. അത് കേട്ടതും ദേവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിടർന്നു. അതിന് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? വീർത്ത മുഖവുമായിരുന്നു വണ്ടി ഓടിക്കുന്നവനെ നോക്കി ദേവൻ പറഞ്ഞു. വർഷം കുറയായില്ലേ കൂടെ കൂട്ടിയിട്ട്, കുഞ്ഞുമാറ്റം പോലും പെട്ടെന്ന് മനസ്സിലാകും. നന്ദൻ്റെ ആ വാക്കുകൾക്ക് ദേവൻ്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം വർഷങ്ങളായി മനസ്സുകൊണ്ട് പരസ്പരം അറിയുന്നവരല്ലേ അവരിരുവരും. അപ്പോൾ പിന്നെ തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നന്ദനിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും കണ്ടു യാത്രികമായി ഉമ്മറത്തു നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന ജോയെ. ഈ സമയം ഉമ്മറ വരാന്തയിൽ പടിപ്പുരയിലേക്ക് കണ്ണുനട്ട് കാര്യമായി എന്തോ ചിന്തയിലിരുന്ന ജോ പടിപ്പുരവാതിൽ കടന്നു വരുന്ന ദേവൻ്റെ ജിപ്സി കണ്ട് ഇരുന്നിടത്തുനിന്നും ചാടി എഴുന്നേറ്റു. വരാൻ പോകുന്ന ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്തംഭിച്ചോടെ നിന്നവൻ്റെ മനസ്സ് കഴിഞ്ഞ ദിനത്തിൻ്റെ ഓർമ്മയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയ സംഭവവികാസങ്ങളൊന്നും തന്നെ ജോ അവരിരുവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവൻ്റെ ആ വരവ് അവനിൽ പേടിയുളവാക്കി. പലതവണയായി അവിടെ നടന്ന കാര്യങ്ങൾ നന്ദൻ്റെ മാത്രം അറിയിക്കാൻ ജോ ശ്രമിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. മുഖ്യ കാരണം നന്ദൻ കാൾ അറ്റൻഡ് ചെയ്തില്ല എന്നതാണ്. മറ്റൊന്ന് ദേവൻ ആയിരുന്നു തടസ്സം. അവൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വരുന്തോറും അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ഒരു ഭീതി ഉടലെടുത്തു തുടങ്ങും. മറ്റൊന്നും കൊണ്ടല്ല, നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ ഗായുവിനെ. ആ അവളെ തേടി ഇങ്ങനൊരു ദുരന്തമാണ് ഇവിടെ കാത്തിരുന്നത് എന്ന് അറിഞ്ഞിട്ട് പറയാതിരുന്നാൽ അതവൻ്റെ ദേഷ്യത്തിൻ്റെ ആക്കം കൂട്ടുകയല്ലാതെ കുറയുകയില്ല. ഇതിനെല്ലാത്തിനും പുറമെ ഗായുവിൻ്റെ ഭാഗത്തുനിന്നും വലുതല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഭീഷണിയും അവനെ അത്രമാത്രം
തളർത്തിയിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ വരവും ഇവിടെ നടന്നതെല്ലാം അറിഞ്ഞാലുള്ള ദേവൻ്റെ പ്രതികരണവും എല്ലാം കൂടി ഓർത്തു സ്തംഭിച്ചു നിന്നവൻ്റെ കാലുകൾ ദേവൻ്റെ വണ്ടിമുറ്റത്തേക്ക് എത്തിയതും അവനറിയാതെ യാന്ത്രികമായി മുറ്റത്തേക്ക് ചലിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം.